സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊഈനുദ്ദീൻ ഇസ്ലാമിക് കഥാപ്രസംഗം നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ദഅ്വ മീഡിയ. രചന ഷഫീഖ് കാളമ്പാറ, ഇയാസ് കൂടല്ലൂർ. അവതരണം സ്വതക്കത്തുള്ള കൂറ്റമ്പാറ. ആലാപനം സയ്യിദ് മുഷ്താഖ് ലക്ഷദ്വീപ്. സ്റ്റുഡിയോ ഡ്രീംസ് ക്രിയേഷൻസ് കൊടുവള്ളി. ഫോൺ 8547089670. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. ചരിത്രം പഠിക്കുക, അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളുക എന്ന ഖുർആനിക ആപ്തവാക്യം ഉൾക്കൊണ്ട് ഞങ്ങളുടെ ചരിത്രാന്വേഷണത്തിൽ നിന്നും അടർത്തിയെടുത്ത ഈ ചരിത്രം ഒരു കൊച്ചു കഥാപ്രസംഗ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മൊഈനുദ്ദീൻ ചിശ്തി. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते है करम. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते है करम. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते है करम. उनकी दुआ से मिटे दुनिया के हम, उनकी दुआ से मिटे दुनिया के हम. प्यारी प्यारी जालियों से फर जाए हम, प्यारी प्यारी जालियों से फर जाए हम. वालियों के करते हैं करम. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते हैं करम. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते हैं करम. ख्वाजा वाले हिंदल वाले रब दी कसम, अपने से मौला पे है करते हैं करम. അഫ്ഗാനിസ്ഥാനുമപ്പുറം മധ്യേഷ്യയിലെ സിജിസ്ഥാൻ എന്ന സ്ഥലത്താണ് ഖാജായുടെ പൂർവികർ. ഖാജായുടെ പിതാവ് ഗിയാസുദ്ദീൻ ഹസനുൽ ഹുസൈനി. സിജിസ്ഥാനിൽ ചെറിയൊരു മുന്തിരിത്തോട്ടമുണ്ട്, അതുകൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പോരുന്നത്. ഖാജക്ക് 15 വയസ്സേ ആയുള്ളൂ അപ്പോഴേക്കും പിതാവ് വിട്ടുപിരിഞ്ഞു. അനാഥനായ ഖാജ എന്നും കുറെ നേരം തോട്ടത്തിൽ പോയിരിക്കും. അള്ളാഹുവിനോട് തന്റെ ആദിയും വ്യാധിയും തുറന്നു പറയും. കണ്ണടച്ചിരുന്ന് കണ്ണുനീരൊഴുക്കി അതങ്ങനെ മണിക്കൂറുകളോളം നീണ്ടിരിക്കും. ഒരു ദിവസം ഖാജ കണ്ണടച്ചിരുന്നപ്പോൾ ഏയ് മൊഈനുദ്ദീൻ. ഖാജ പേടിച്ച് കണ്ണു തുറന്നു നോക്കി. മിഴികൾ തുറന്ന ഖാജ അതിശയിച്ചു. മുന്നിൽ വരുന്നു ആരോ തന്റെ ചാരത്ത്. മിഴികൾ തുറന്ന ഖാജ അതിശയിച്ചു. മുന്നിൽ വരുന്നു ആരോ തന്റെ ചാരത്ത്. ആരെന്ന് ആരാഞ്ഞു ഇബ്രാഹിം ഒഴിഞ്ഞു. ആരെന്ന് ആരാഞ്ഞു ഇബ്രാഹിം ഒഴിഞ്ഞു. ഉടനെ ഖാജ നൽകിടുന്നു ഒരു കുലമുന്തിരി. സലാം പറഞ്ഞ് ഖാജ തന്റെ ശിരസ് താഴ്ത്തി. ഉടനെ ഖാജ നൽകിടുന്നു ഒരു കുലമുന്തിരി. സലാം പറഞ്ഞ് ഖാജ തന്റെ ശിരസ് താഴ്ത്തി. റഈഫ് നൽകുന്നു അനുഭൂതി നേടുന്നു. റഈഫ് നൽകുന്നു അനുഭൂതി നേടുന്നു. മിഴികൾ തുറന്ന ഖാജ അതിശയിച്ചു. മുന്നിൽ വരുന്നു ആരോ തന്റെ ചാരത്ത്. മിഴികൾ തുറന്ന ഖാജ അതിശയിച്ചു. മുന്നിൽ വരുന്നു ആരോ തന്റെ ചാരത്ത്. പേടിക്കണ്ട, എന്റെ പേര് ഇബ്രാഹിം ഖുന്ദൂസി. കേട്ടപാടെ ബഹുമാനം കൊണ്ട് ഖാജ തലകുനിച്ചു പോയി. അതെ, ഇബ്രാഹിം ഖുന്ദൂസി, ഖുറാസാനിലെ പ്രസിദ്ധനായ സൂഫി വര്യൻ. ഖാജ സലാം പറഞ്ഞ് ഒരു കുലം മുന്തിരിയെടുത്ത് ഗുരുവിനെ സ്വീകരിച്ചു. ഗുരു തന്റെ ഭാണ്ഡത്തിൽ നിന്നും ഒരപ്പ കഷ്ണം എടുത്ത് ഖാജയുടെ വായിൽ വെച്ചു കൊടുത്തു. അത്ഭുതം! അപ്പം തിന്ന ഉടനെ ഖാജ ദിവ്യാനുഭൂതിയിൽ ലയിച്ചു. അതോടെ അള്ളാഹുവിന്റെ തിരുസന്നിധിയിലെത്താൻ ഖാജക്ക് മോഹമായി. ഇനി ഒരു ദിവസം പോലും നിൽക്കാൻ ഖാജക്ക് തോന്നിയില്ല. ആകെ ഉണ്ടായിരുന്ന തന്റെ തോട്ടം വിറ്റു അതിന്റെ പണം പാവങ്ങൾക്ക് നൽകി. ദൈവജ്ഞാനം തേടി നാടും വീടും വിടാൻ ഖാജ തീരുമാനിച്ചു. എല്ലാം സർവശക്തനായ അള്ളാഹുവിൽ അർപ്പിച്ച് ഖാജ യാത്ര പുറപ്പെട്ടു. അനന്തമായ യാത്ര.
അഹദോന്റെ കൃപയാലെ പ്രകാശത്തിൻ നിറവാലെ അറിവിൻ പൊൻ കമറായി ഹിന്ദിലണഞ്ഞേ ദീനിൻ പ്രഭവിശാൻ ദൂതുമായി ഖാജയും വന്നേ അഹദോന്റെ കൃപയാലെ പ്രകാശത്തിൻ നിറവാലെ അറിവിൻ പൊൻ കമറായി ഹിന്ദിലണഞ്ഞേ ദീനിൻ പ്രഭവിശാൻ ദൂതുമായി ഖാജയും വന്നേ കലിതുള്ളും കലാപങ്ങൾ കലാശിക്കുമ്പോവിലെന്നും നേരിന്നൊരു ദീപമേന്തി പുണ്യരും വന്നേ കലിതുള്ളും കലാപങ്ങൾ കലാശിക്കുമ്പോവിലെന്നും നേരിന്നൊരു ദീപമേന്തി പുണ്യരും വന്നേ ഹിന്ദിൽ പ്രഭവിശാൻ ദൂതുമായി ഖാജയും വന്നേ നാട്ടുരാജന്മാർ എന്നും ഏകി ദുരിതങ്ങൾ നാട്ടിലെന്നെന്നും ഏറി അക്രമക്കഥകൾ നാട്ടുരാജന്മാർ എന്നും ഏകി ദുരിതങ്ങൾ നാട്ടിലെന്നെന്നും ഏറി അക്രമക്കഥകൾ അഹദോന്റെ കൃപയാലെ പ്രകാശത്തിൻ നിറവാലെ അറിവിൻ പൊൻ കമറായി ഹിന്ദിലണഞ്ഞേ ദീനിൻ പ്രഭവിശാൻ ദൂതുമായി ഖാജയും വന്നേ ആദ്യം ഖുറാസാനിലേക്ക് തന്നെ. ഖുറാസാൻ ആത്മജ്ഞാനികളുടെയും സൂഫികളുടെയും നാടാണ്. ഇസ്ലാമിക നാഗരികതകൾ ഉണർന്നു കിടക്കുന്ന നാടാണ്. ഖുറാസാനിലെത്തിയ ഖാജ അവിടെ സൂഫികളുടെ പർണശാലകളിൽ പ്രാർത്ഥനയും ഖുർആൻ പാരായണവുമായി കഴിഞ്ഞു. ഖുർആൻ ഓതി ഹൃദയസ്ഥമാക്കി. പിന്നീട് സമർക്കന്തിലെത്തി. അവിടെയും കുറച്ചു കാലം പഠനത്തിൽ മുഴുകി. പെട്ടെന്നാണ് ഖാജയുടെ മനസ്സിൽ ഒരു മോഹം ഉദിച്ചത്. ബഗ്ദാദിലെത്താൻ. അന്ന് ബഗ്ദാദ് നഗരമാണ് മുസ്ലിം ലോകത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രം. വൻ ലൈബ്രറികൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, സൂഫികൾ, വൈജ്ഞാനിക സ്ഥാപനങ്ങൾ. ഖാജക്ക് ബഗ്ദാദിലെത്താൻ വെമ്പൽ കൊള്ളുകയാണ്. അങ്ങനെ ബഗ്ദാദിലേക്കുള്ള യാത്ര തുടങ്ങി. വഴിമധ്യേ ഖാജ നിഷാപൂരിനടുത്തുള്ള ഹർവാനിലെത്തി. അവിടെ ഉസ്മാൻ ഹർവാനി എന്ന സൂഫി ഭക്തന്റെ സമക്ഷത്തിങ്കലിരുന്നു. ഉസ്മാൻ ഹർവാനിലെ ഉലമാക്കളുടെ സുൽത്താനായിരുന്നു. ഹർവാനിക്ക് ചുറ്റും വിദ്യ നുകരാൻ പണ്ഡിതന്മാരും സൂഫികളും പാറ്റ കണക്കെ പാറിയെത്തിരിക്കുകയാണ്. ഖാജയും കൂട്ടത്തിലൊരാളായി മാറുകയാണ്. അതോടെ തൽക്കാലം ബഗ്ദാദ് യാത്ര നിർത്തിവെച്ചു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഖാജ തന്റെ ഉസ്താദായ ഹർവാനിയുടെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടു. ഉസ്താദും ശിഷ്യനും കഅബയിലെത്തി. ദിവസങ്ങളോളം ആരാധനയിൽ മുഴുകി. ഒരു ദിവസം ഖാജയുടെ പ്രാർത്ഥനയ്ക്കിടെ, ഏയ് മൊയ്നുദ്ദീൻ, ഇന്ത്യ നിങ്ങളെ കാത്തിരിക്കുകയാണ്, അങ്ങോട്ട് ചെല്ലൂ. ത്വഹ മുത്തുലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളായിരുന്നു. അങ്ങനെ ഉസ്താദിന്റെ സമ്മതത്തോടെ ഖാജ യാത്രയാവുകയാണ് ഇന്ത്യയിലേക്ക്. എന്തായിരുന്നാലും ബഗ്ദാദിലേക്കൊന്ന് പോകണം. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ അനുഗ്രഹം വാങ്ങണം. അതെന്റെ ആശയാണ്. എന്നിട്ടാവാം ഇന്ത്യയിലേക്കുള്ള മടക്കം. അങ്ങനെ ബഗ്ദാദിലേക്ക് യാത്ര തിരിച്ചു. കാടും മേടും മരുഭൂമിയും താണ്ടി ബഗ്ദാദിലെത്തുകയാണ്. എന്തൊരു തിരക്കു പിടിച്ച പട്ടണം. ചരക്കുകളുമായി വരിവരിയായി പോകുന്ന ഒട്ടകങ്ങൾ, കുതിരപ്പുറത്ത് നിലയുറപ്പിച്ച പട്ടാളക്കാർ, വഴിയോരങ്ങളിൽ തിങ്ങി നിറഞ്ഞ കച്ചവടക്കാർ. ആ രാജവീതിയിലൂടെ നടന്ന് വലിയൊരു പള്ളിക്കരികിലെത്തി. പള്ളിയിൽ അസർ നമസ്കാരത്തിന്റെ സമയമാണ്. അങ്ങനെ അവിടെ അസർ നമസ്കാരം കഴിഞ്ഞ ജനങ്ങൾ ഒരു വലിയ മനുഷ്യന്റെ കൈമുത്തി സ്ഥലം വിടുന്നത് കണ്ടു. തീർച്ചയായും അത് മുഹീദ്ദീൻ ഷെയ്ഖ് തന്നെ. ഞാൻ തേടി വന്ന ആ വലിയ മഹാമനുഷ്യ
ഖാജ ആദരവുകളോടെ ഷെയ്ഖ് അവറുകളുടെ അടുക്കിലേക്ക്, ഞാൻ സിജിസ്ഥാനിൽ നിന്നും ഒരു പാവം മനുഷ്യനാണ്, ഹർവാനിയുടെ ശിഷ്യനാണ്, അവിടുത്തെ കൂടി ശിഷ്യനായി എന്നെ പരിഗണിക്കണം. ഹർവാനിയുടെ ശിഷ്യനെ തനിക്കും ശിഷ്യനായി ലഭിച്ചതിൽ ഷെയ്ഖ് അവറുകളും സന്തോഷിച്ചു. അങ്ങനെ 8 മാസത്തോളം ഖാജ ഷെയ്ഖ് അവറുകളുടെ സന്നിധിയിൽ ദിവ്യബോധനം തേടി. അപ്പോഴേക്കും ഖാജ ലോകമറിയപ്പെടുന്ന ഒരു വലിയ സൂഫി വര്യനായിരുന്നു. അങ്ങനെ ഷെയ്ഖ് അവറുകളുടെ സമ്മതത്തോടെ ഒരു വലിയ സംഘത്തോടെ തന്നെ ഖാജ ഇന്ത്യയിലേക്ക് തിരിക്കുകയാണ്. അന്ന് ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. കൊച്ചു കൊച്ചു രാജവംശങ്ങൾ, മനുഷ്യത്വമറിയാത്ത ബ്രാഹ്മണ ക്ഷത്രിയ ജനവിഭാഗം, പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ദരിദ്ര ജനവിഭാഗം. ഈ മണ്ണിലാണ് ഖാജയുടെ ദൗത്യ നിർവഹണം. ഡൽഹിയിലാണ് ഖാജ ആദ്യം എത്തിയത്. ഖാജ വരുന്ന വിവരമറിഞ്ഞ് ജനം നാലുപാടിൽ നിന്നും ഓടിയെത്തി. ഡൽഹിയിൽ സർവ്വ സൗകര്യങ്ങളും ഒരുക്കി കുറച്ചു കാലം ഡൽഹിയിൽ താമസിച്ചു. അപ്പോഴേക്കും ഖാജയുടെ പ്രസിദ്ധി രാജ്യത്തിന്റെ നാനാ തുറകളിലെത്തിയിരുന്നു. ജനം കൂട്ടത്തോടെ വന്ന് ഖാജയുടെ ശിഷ്യത്വം സ്വീകരിച്ചു. ഒരു ദിവസം ആരും അറിയാതെ ഖാജയും കൂട്ടരും അജ്മീറിലേക്ക് തിരിച്ചു. അജ്മീറിലേക്കാണ് യാത്ര. എന്നാൽ അജ്മീറിലെ രജപുത്ര രാജാവ് ഖാജയുടെ ആഗമനം തന്റെ അധികാരം തെറിക്കാനുള്ള കാരണമെന്ന് വിചാരിച്ച് ഖാജയെ പുറത്താക്കാനുള്ള സകല വഴികളും തിരയുകയാണ്. മഹാരാജാവ് തന്റെ മുഖ്യന്മാരെ വിളിച്ച് ചർച്ച നടത്തുകയാണ്. അയാളെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തോ അത്ഭുത സിദ്ധിയുള്ള മനുഷ്യനാണ്, നമുക്കയാളെ മന്ത്രവാദം നടത്തി പറഞ്ഞേക്കാം. അങ്ങനെ മന്ത്രവാദിയും കൂട്ടരും ഖാജയുടെ അടുത്തേക്ക് തിരിക്കുന്നു. സുൽത്താൻ മുന്നിലണഞ്ഞു അതിശക്തരായി, അജബായി മന്ത്രവാദി അണഞ്ഞിസ്ലാമിൽ. വദനം നിലാവായി ചൊരിഞ്ഞു ഖാജ, അതിനാലെ സാഹിറും നിസിയാനായി. സുൽത്താൻ മുന്നിലണഞ്ഞു അതിശക്തരായി, അജബായി മന്ത്രവാദി അണഞ്ഞിസ്ലാമിൽ. വദനം നിലാവായി ചൊരിഞ്ഞു ഖാജ, അതിനാലെ സാഹിറും നിസിയാനായി. ഖാജ അനുയായികൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതാ അങ്ങ് അകലെ നിന്നും മന്ത്രവാദിയും കൂട്ടരും വരുന്നു. ഖാജ ഒന്നും ചെയ്തില്ല. അടുത്തെത്തിയ ഉടനെ ഖാജ മന്ത്രവാദിയെ സ്വീകരിച്ചിരുത്തി. അത്ഭുതമെന്ന് പറയട്ടെ, ഖാജയുടെ തലോടലേറ്റ ഉടനെ മന്ത്രവാദിയുടെ മനസ്സ് മാറി. എന്തിനാണ് തങ്ങൾ വന്നതെന്ന് പോലും അവർ മറന്നിരിക്കുന്നു. ഏയ് ഖാജ, അങ്ങയുടെ മാർഗം സ്വീകരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മന്ത്രവാദി ഭക്തി പുരസ്സരം പറഞ്ഞ് സത്യമതം ആശ്ലേഷിച്ചു. അങ്ങനെ കാലം കടന്നുപോയി. ക്ഷത്രിയരുടെ ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതെ ജനം ദുരിതത്തിലിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ദിവസം അണവായി ശഹാബും വീരശൂര പടയറുകൾ ഹിന്ദിൽ ഇസ്ലാമിൻ കൊടി നാട്ടിയേ. അവിടം ഇസ്ലാമിൻ തിരുവോളിയാകെ പരത്തി, കുഫിർകളെ കോട്ടകൾ തച്ചു തകർത്ത്. ഇസ്ലാമിൻ തിരുവോളിയാകെ പരത്തി, കുഫിർകളെ കോട്ടകൾ തച്ചു തകർത്ത്. ഖാജാവിൻ കറാമത്ത് പുലർന്നിടുന്നേ, അവിടം ഇസ്ലാമിൻ കുളിർ പരന്നേ. അണവായി ശഹാബും തൻ വീരശൂര പടയറുകൾ ഹിന്ദിൽ ഇസ്ലാമിൻ കൊടി നാട്ടിയേ. അവിടം ഇസ്ലാമിൻ തിരുവോളിയാകെ പരത്തി, കുഫിർകളെ കോട്ടകൾ തച്ചു തകർത്ത്. ഇസ്ലാമിൻ തിരുവോളിയാകെ പരത്തി, കുഫിർകളെ കോട്ടകൾ തച്ചു തകർത്ത്. ഖാജാവിൻ കറാമത്ത് പുലർന്നിടുന്നേ, അവിടം ഇസ്ലാമിൻ കുളിർ പരന്നേ. അങ്ങനെയിരിക്കെയാണ് അഫ്ഗാനിൽ നിന്നും ഷഹാബുദ്ദീൻ രാജാവിന്റെ വരവ്. ഷഹാബുദ്ദീനും ചുണക്കുട്ടികളായ പട്ടാളക്കാരും രജപുത്രർക്കെതിരെ ഘോരമായി യുദ്ധം ചെയ്തു. ഒടുവിൽ ഷഹാബുദ്ദീൻ തന്നെ വിജയിച്ചു. ബ്രാഹ്മണ ക്ഷത്രിയ സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി. ഡൽഹിയും അജ്മീറും ദുവാബുമെല്ലാം ഇസ്ലാമിക നാഗരികതകൾ കൊണ്ട് അലങ്കൃതമായി. തൊട്ടുകൂടാത്തവനും തീണ്ടിക്കൂടാത്തവനും ആശ്വാസമായി. എല്ലാം അജ്മീർ ഖാജായുടെ പ്രാർത്ഥന തന്നെ. ഖാജായുടെ സന്നിധിയിൽ അജ്മീർ ലോകമെങ്ങും പ്രശസ്തമായി. വിശന്നവന് തീറ്റ
ഏറ്റുന്നതും അശനർക്ക് ശരണം നൽകുന്നതുമാണ് ഉന്നതമായ ആരാധന എന്ന ഷെയ്ഖിന്റെ വാക്കുകൾ ലോകം ഏറ്റുപറയുകയായിരുന്നു. ആത്മീയ പ്രകാശം കൊണ്ട് നീ അജ്ഞതയുടെ അന്ധകാരം നിഷ്പ്രഭമാക്കി യുദ്ധത്തിന്റെയും വിദ്വേഷത്തിന്റെയും മേഘങ്ങളെ സ്നേഹത്തിൽ ലയിപ്പിക്കുക. ലോകത്തെ സകലമാന മാനവർക്കും സൂര്യനെ പോലെ സ്നേഹമുണ്ടാവണം. നിങ്ങൾ സൂര്യനെ കണ്ടില്ലേ? അതെല്ലാ മതക്കാർക്കും ജീവജാലങ്ങൾക്കും വെളിച്ചം നൽകുന്നു. നദിയെപ്പോലെ ഔദാര്യമുണ്ടാവണം. നിങ്ങൾ നദിയെ കണ്ടില്ലേ? അത് ശക്തനും ദുർബലനും ദുഷ്ടനും ഗുണവാനും ഒരുപോലെ ജലം നൽകുന്നു. ഇതായിരുന്നു ഖാജ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇന്ത്യ രാജ്യത്ത് ഗതിയില്ലാതെ വലഞ്ഞ ശൂദ്ര സമൂഹങ്ങൾക്ക് ഖാജയും ശിഷ്യന്മാരും അത്താണിയായി. ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അവിടുന്ന് ജാതി മത വർഗഭേദമന്യേ ജനങ്ങൾക്ക് ആശാകേന്ദ്രമായി. അങ്ങനെ കാലം അതിൻ്റെ വഴിയെ കടന്നുപോയി. ഖാജ വാർദ്ധക്യവാനായി. ഇനിയും ഒരു വിവാഹം കഴിച്ചില്ല. കാരണം മറ്റൊന്നുമല്ലായിരുന്നു, ദാരിദ്ര്യം തന്നെ. കുടുംബം പുലർത്താനുള്ള വകയൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വീട് പോലുമില്ല. പുതക്കാനും കിടക്കാനും കൂടി ആകെ ഒരു കരിമ്പടം, ഉളുവെടുക്കാൻ ഒരു കൂജ. ഇതായിരുന്നു ആ വലിയ മനുഷ്യന്റെ ആകെ സമ്പാദ്യം. ഈ സ്ഥിതിയിൽ എങ്ങനെ കല്യാണം കഴിക്കും? ഏതായാലും വാർദ്ധക്യകാലത്ത് കല്യാണം കഴിച്ചു. അതും ചെറിയ കുടുംബത്തിൽ നിന്നൊന്നുമല്ല, ഗവർണറുടെ മോളെ തന്നെ, അസ്മത്ത് ബീവി. അവരിൽ 3 സന്തതികളുണ്ടായി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഖാജ മറ്റൊരു വിവാഹം കൂടി കഴിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം നിലാവ് പോയി മറഞ്ഞു, ഹിന്ദുസ്ഥാൻ പെയ്തൊഴിഞ്ഞു, ഖാജാവേ പിരിഞ്ഞു. നിലാവ് പോയി മറഞ്ഞു, ഹിന്ദുസ്ഥാൻ പെയ്തൊഴിഞ്ഞു, ഖാജാവേ പിരിഞ്ഞു. അറിവ് നുകരാൻ കനിവ് പകരാൻ ഒരാളില്ല, ഇനിയില്ല. നിറഞ്ഞൊഴുകും കഥനഭാരം ഇറക്കി വെക്കാൻ കഴിയില്ല. അറിവ് നുകരാൻ കനിവ് പകരാൻ ഒരാളില്ല, ഇനിയില്ല. നിറഞ്ഞൊഴുകും കഥനഭാരം ഇറക്കി വെക്കാൻ കഴിയില്ല. അനാഥമായി ഇന്നിന്ത്യയും ഖാജ പോയി മറഞ്ഞു. അനാഥമായി ഇന്നിന്ത്യയും ഖാജ പോയി മറഞ്ഞു. നിലാവ് പോയി മറഞ്ഞു, ഹിന്ദുസ്ഥാൻ പെയ്തൊഴിഞ്ഞു, ഖാജാവേ പിരിഞ്ഞു. സ്വകാര്യ മുറിയിൽ പ്രാർത്ഥനയ്ക്കിടെ ഏകദേശം അർദ്ധരാത്രി കഴിഞ്ഞു. മുറിയിൽ മന്ത്രം ഉരുവിടുന്നത് കേൾക്കാമായിരുന്നു. പിന്നെ ഒരനക്കവും കേൾക്കുന്നില്ല. എല്ലാവരും ഖാജ ഉറങ്ങിയെന്ന് വിചാരിച്ചു. നേരം വെളുത്തിട്ടും മുറി തുറന്നു കാണുന്നില്ല. ഖാജക്ക് ഉളുവെടുക്കാൻ വെള്ളം കൊണ്ടുവന്ന ശിഷ്യനാണ് മുറി അടഞ്ഞു കിടക്കുന്നത് കണ്ടത്. എന്നും എത്രയോ നേരത്തെ തന്നെ മുറി തുറന്നു കിടക്കാറുണ്ട്. ശിഷ്യൻ അകത്ത് കടന്നു നോക്കി. മുറിയുടെ മൂലയിൽ വിരിച്ച തന്റെ കരിമ്പടത്തിൽ മന്ദസ്മിതത്തോടെ കിടക്കുകയാണ് ഖാജ. ഉസ്താദ് ഉസ്താദ്, എത്ര വിളിച്ചിട്ടും ഉണരുന്നില്ലല്ലോ. ശിഷ്യനൊന്നും മനസ്സിലായില്ല. എല്ലാവരെയും വിളിച്ചു വരുത്തി നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഖാജ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. അജ്മീർ ഖാജയുടെ ജീവിതകാലം മുതൽ ഇന്നേ വരെ ജാതി ഭേദമന്യേ ജനങ്ങൾ അവിടെ എത്തുന്നു. വിവിധങ്ങളായ ആഗ്രഹങ്ങളുമായി പരസഹസ്രം ദർഗയിലെത്തുന്നു. അവിടെ വെച്ച് കരളുരുകി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഖാജ അവർക്കൊരു ആശാ കേന്ദ്രമാവുകയാണ്. ഇന്ത്യയിലെ മക്ക എന്നാണ് അജ്മീർ അറിയപ്പെടുന്നത്. മക്ക വരെ പോവാൻ കഴിയാത്തവർ അജ്മീറിൽ പോയി ആശ്വാസം കൊള്ളുന്നു. ഈ കൊച്ചു കഥാപ്രസംഗം അജ്മീറിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് പ്രചോദനമാവട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.